ഏകദേശം 49 കിലോമീറ്റർ ആണ് ഗുൽമർഗിലേക്ക് ഉള്ളത്. ഇത് കാശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ കാശ്മീർ കാണാൻ വരുന്നവര് ഉറപ്പായിട്ടും ഇവിടെ വരണം. ഇവിടെ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഗുൽമർഗിനെ കുറിച്ച് ഞങ്ങൾ കേട്ടേക്കുന്നത് പൂക്കളുടെ ഒരു വലിയ താഴ്വരയാണെന്ന് കേട്ടോ. അതായത് മെഡോ ഓഫ് ഫ്ലവേഴ്സ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് മഞ്ഞുമലയൊക്കെ കാണാം. ഇപ്പൊ നമ്മൾ പാസ് ഒക്കെ എടുത്ത് ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 75 രൂപയാണ് കേട്ടോ പാസ്. അപ്പൊ ഇവിടെ നിന്ന് ഗുൽമർഗിലേക്ക് 9 കിലോമീറ്റർ ആണുള്ളത്. നിങ്ങൾ സൈൻ ബോർഡ് കണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ ഗുൽമർഗിൽ നമുക്ക് കാണാനായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഗൊണ്ടോള കേബിൾ കാറാണ്. പിന്നെ ഇവിടെ ഒരു ടെമ്പിളും പാലസും ഉണ്ട്. പിന്നെ ഒരു ചർച്ചും കൂടി ഉണ്ട്. നമ്മൾ അതൊക്കെ കാണണം എന്നാണ് വിചാരിക്കുന്നത്. ഈ പോണ വഴിക്ക് ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ മൊത്തം പച്ച പുല്ലും പിന്നെ പുൽത്തകിടിയും പിന്നെ ഈ പൈൻ മരങ്ങളും ഒക്കെയാണ്. ഗുൽമർഗ് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ്. പിന്നെ ഈ ഗുൽമർഗിന്റെ അടുത്ത് ബൂട്ടാപത്രി എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെ ഉണ്ട്. ഞങ്ങൾ അവിടെ പോണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, എന്ത് രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. മൊത്തം പച്ചപ്പാണ് കേട്ടോ. ചെറിയ ഹെയർപിൻ വളവും ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി അവിടെ കൂടെ കയറി പോവാണ്. പിന്നെ ഇടയ്ക്കൊക്കെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പുൽമേട്ടിനകത്ത് ചെമ്മരിയാടൊക്കെ പുല്ല് തിന്നുന്ന കാണാൻ പറ്റും. പിന്നെ ഈ പുൽമേടിനകത്ത് ചെറിയ ചെറിയ പൂക്കളുണ്ട് കേട്ടോ. പിങ്കും വൈറ്റും അതുപോലത്തെ കളറൊക്കെ. ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയത്തില്ല. നല്ല രസമുണ്ട്. കുഞ്ഞു പൂക്കളാണ്. ഈ മുക്കുറ്റിപ്പൂവിന്റെ അത്രേ ഉള്ളൂ. വൈറ്റ് കളറും പല കളറിലുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, അങ്ങ് ദൂരെ മഞ്ഞുമല കണ്ടോ? എന്ത് രസമാ കാണാൻ. അതിൽ സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഞങ്ങളിപ്പോ ഗുൽമാർഗിലാണ്. എന്റെ പുറകിൽ കണ്ടില്ല, ഐ ലവ് ഗുൽമാർഗ് എന്ന് പറഞ്ഞ ഒരു വലിയ സൈൻ ബോർഡ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാം. തന്നെ ഒരു അടിപൊളി വ്യൂ ആയിട്ടൊരു മഞ്ഞുമലയുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ അടിപൊളി വ്യൂ ആണ്. കുതിരയെ കൊണ്ടൊക്കെ ആൾക്കാർ പോകുന്നത് കാണാം. വണ്ടി അവിടെയാട്ടോ പാർക്ക് ചെയ്യേണ്ടത്. ഈ വ്യൂവില് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറെ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. അവിടെ ഇതിനൊക്കെ അടിപൊളി വ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്, ഗൊണ്ടോളയുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ചോദിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഇൻഫർമേഷൻ സെന്ററിൽ കയറി കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അവിടുത്തെ അവര് പറഞ്ഞത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ ഗൈഡും പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരും നമ്മളോട് വന്ന് പറയും ഇപ്പൊ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ അവിടെ പോകാൻ ടിക്കറ്റ് വേണം, ഇപ്പൊ ടെമ്പിളിൽ പോകാൻ ടിക്കറ്റ് വേണം, പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോകാൻ ടിക്കറ്റ് വേണം. പക്ഷെ ടിക്കറ്റ് വേണ്ടത് ഗൊണ്ടോള കേബിൾ കാറിൽ പോകാൻ മാത്രമാണ്. വേറെ എവിടെ പോകാനും നിങ്ങൾക്ക് 1 പൈസ പോലും കൊടുക്കണ്ട. നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ സ്വന്തം വണ്ടി തന്നെ പോയി കാണാം. ബൂട്ടാപത്രിയൊക്കെ നമ്മുടെ സ്വന്തം വണ്ടി തന്നെ പോയി കാണാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. പുറകോട്ട് നോക്കിയ ഒരു അടിപൊളി വ്യൂ ആണിത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ കുറെ റിസോർട്ടും അതുപോലത്തെ ഒക്കെ ഉണ്ട്. പിന്നെ പുറകിലായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മഞ്ഞുമലയും ഉണ്ട്. അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. സൂം ചെയ്ത് കാണിച്ചു തരാം. ടിക്കറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് 50 രൂപയാണ്. അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് കയറാം. ഇത് പാലസിന്റെ ഒരു മിനിയേച്ചർ ആണ് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ കൊട്ടാരത്തിൽ ഒരു വലിയ ഹാളാണ് കേട്ടോ ഇത്. ഈ കൊട്ടാരം ഫുള്ള് AC ആണ്. ചാൻലിയറൊക്കെ കണ്ടു, നല്ല രസമാണ് കാണാൻ. അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച ഡൈനിങ് ടേബിളും പിന്നെ ചെയറും ഒക്കെയാണ്. ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഇത് ഫയർ പ്ലേസ് ആണ്, ഹീറ്റർ അതുപോലത്തെ ഫയർ പ്ലേസ്. പിന്നെ ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളും തോക്കുകളും ഒക്കെയാണ്. അപ്പൊ ഇത് ഇവിടുത്തെ മ്യൂസിയം റൂമാണ്. ഇവിടുത്തെ തോക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ താഴെ നിലയുണ്ട്, നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ഒരു വലിയ മെഡോ പോലത്തെ സംഭവം കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഈ ഗുൽമാർഗ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ഞങ്ങളിപ്പോ നിൽക്കുന്ന ഒരു മെഡോസിലാണ്. എന്ന് വെച്ചാൽ അടിപൊളി എന്ന് വെച്ചാൽ ഇപ്പൊ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ഇതൊരു പിക്നിക്കിന് പറ്റിയൊരു അടിപൊളി സ്പോട്ടുമാണ്. പിന്നെ ഇത് ഈ പുറകിലോട്ട് നോക്കിയാൽ കുറെ പൈൻ മരങ്ങളും പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് മഞ്ഞുമലയുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൽ കയറുവാണ്. എൻട്രി ആണ് ഇവിടെ. ഒരാൾക്ക് ഇവിടെ 20 രൂപയാണ്. നമ്മൾ ചിൽഡ്രൻസ് പാർക്കിന്റെ അകത്തേക്ക് കടക്കുവാണ്. ഇവിടെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു ജയന്റ് വീലുണ്ട്, നമുക്ക് അതൊക്കെ പോയി കാണാം. അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ജയന്റ് വീലിലാണ് കേട്ടോ കയറാൻ പോകുന്നത്. ഇപ്പൊ ഗുൽമർഗിലെ കാശ്മീരിലെ ജയന്റ് വീലിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ടിക്കറ്റ് എന്ന് വെച്ചാൽ 50 രൂപ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളെ പോലെയുള്ളവർക്ക് 100 രൂപ വലിയവർക്ക്. അപ്പൊ ഇതിലിരുന്ന കാശ്മീർ മൊത്തം കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കയറാം. ഗുൽമർഗ് മൊത്തം കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ജയന്റ് വീലിൽ കയറിയിരിക്കുകയാണ്. അത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കാശ്മീരിന്റെ ഫുൾ വ്യൂ ഇതിലൂടെ കാണാൻ സാധിക്കും. എന്തോ പോലെ താഴത്തോട്ട് ഇറങ്ങുമ്പോ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അടിപൊളിയാട്ടോ. അവള് പേടിച്ച് വിറക്കുകയാണ് ചെയ്തിട്ട് ഭയങ്കര സ്പീഡാണ്. ബോളോട് ചെയ്യുമ്പോഴത്തേക്കും പേരെ വെച്ചാണ് കേട്ടോ കൈസ് ഇത് കയറ്റിയിരിക്കുന്നത്. ഞാനും അമ്മയും ഓർമ്മത്തിന് വിസു അച്ഛനും ഓർമ്മിച്ചാണ് സ്പീഡ് കൂട്ടുവാട്ടോ. ഇത് കാശ്മീരി കുൽച്ചയാണ് കേട്ടോ. ഇത് ഡ്രൈ ഫ്രൂട്ട് ആണ്. 10 രൂപയാണ്. ഞങ്ങൾ 5 എണ്ണം മേടിച്ചു. അപ്പൊ ഇതുപോലെയാണ് കേട്ടോ കാശ്മീരി കുൽച്ചിരിക്കുന്നത്. ഇത് കോക്കനട്ട് ബൗണ്ടി പോലത്തില്ലേ, അതിന്റെ അതേ സ്വാദാണ് കേട്ടോ. അപ്പൊ നിങ്ങള് കാശ്മീര് വരുവാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യണം. തത്തച്ഛനും തത്തച്ഛി ഇവിടെ ഇരുന്ന് അവർക്ക് ജയന്റ് വീലിൽ പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കറക്കായോണ്ട് അവർക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഇവരിവിടെ ഇരുന്ന് ഞങ്ങൾ 4 പോയത്. അപ്പൊ നമ്മൾ ഇനി ബൂട്ടാപത്രിയിലേക്ക് പോവാണ്. ബൂട്ടാപത്രിയിലേക്ക് ഗുൽമർഗിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടോ മഞ്ഞുമല. ഇവിടെ മഞ്ഞുരുകി താഴോട്ട് കിടക്കുവാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഞങ്ങൾ ഇവിടെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളൊക്കെ പെയിന്റ് അടിച്ച് നല്ല കളർഫുൾ ആണ്. ഗുൽമർഗിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ബൂട്ടാപത്രി എന്നാണ് ഇതിന്റെ പേര്.
അത്രയും ഭംഗിയുള്ള സ്ഥലം. നമ്മൾ ഭയങ്കര ഏഞ്ചലിക് ആയിട്ടുള്ള വിഷ്വൽസാണ് നമുക്കിവിടെ വന്ന് കാണാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ്. പുഴകളും കുഞ്ഞു കുഞ്ഞു പൂക്കളും മരത്തടികളും എല്ലാം ആയിട്ട് നല്ല മെഡോസ്, നല്ല വൈബാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ കാശ്മീരിൽ ഞങ്ങൾ കുറേ സ്ഥലം കണ്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ ബോട്ട ബഗ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ ആ മല കണ്ടോ, അവിടെ മഞ്ഞൊക്കെ ഇങ്ങോട്ട് താഴത്തോട്ട് ഇവിടെ തന്നെ വന്ന വീട്. പിന്നെ ഞങ്ങൾ കടന്നു വന്നത് കുറേ പട്ടാള ക്യാമ്പ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞിരുന്നു അവിടെ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന്. പക്ഷെ ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ പത്തയിലെ ഒരു മെഡോയിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ഹെവന് തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മളിവിടേക്ക് ഒന്ന് കാണാം. ഇത് കാണാൻ നല്ല രസമുണ്ട്. അതും ഇതിൻ്റെ അടുത്തൊരു പോണ്ട് അരുവി പോലത്തെ കാണാൻ അടിപൊളിയാണ്. ഞങ്ങളിങ്ങ് വന്നപ്പോൾ മൊത്തം ഈ പൂവുകളായിരുന്നു. അപ്പം ഇവിടെ ഇറങ്ങി എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഇതാവുന്നു. അപ്പം നമ്മൾ ഇനി ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഞങ്ങളിവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിർത്തിയേക്കുവാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയാൽ എന്ത് ഭംഗിയാണ്. ഇവിടെ ഫുള്ളി പിങ്ക് ഫ്ലവേഴ്സ് ആണ്. ഇതേ കണ്ടോ, ഇന്ന ബ്യൂട്ടിഫുൾ ആണ്. നോക്കിക്കേ, ഇതിൻ്റെ വയലറ്റും പിന്നെ വൈറ്റും ഉണ്ട്. ഭയങ്കര രസമാണ്. ഈ നിലത്ത് ഫുൾ അതാണ് കേട്ടോ. ഞങ്ങളിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഈ മൗണ്ടൈനിൽ നിന്ന് മലയിൽ നിന്ന് ഇങ്ങോട്ട് മഞ്ഞ് ഉദിക്കി വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഇവർ മഞ്ഞ് എഴുതി കളിക്കണം. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മള് ഗ്ലൗസ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് വേദന എടുക്കുവാനുണ്ട് മഞ്ഞ് തൊടുമ്പോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗൊണ്ടോള കേബിൾ കാർ സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഗുൽമർഗിലെ ഗൊണ്ടോള കേബിൾ കാർ. ഇവിടുന്ന് ഇവിടെ 2 റൈഡാണുള്ളത്. ഒന്ന് നമുക്ക് ഫൈൻ ഫോറസ്റ്റിൽ കൂടെ നമ്മൾ കേബിൾ കാർ പോകാം. ഒന്ന് നമ്മൾ മൗണ്ടെയിൻസിൻ്റെ, അതായത് സ്നോ കവേർഡ് മൗണ്ടെയിൻസിൻ്റെ മുകളിൽ കൂടെയാണ് ഒന്ന് പോകുന്നത്. അപ്പോൾ അത് നമ്മളെ മൗണ്ടെയിൻസിൽ ടോപ്പിൽ കൊണ്ട് നിർത്തും. അത്രയ്ക്ക് ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് വരെ ഫുൾ ടിക്കറ്റ് ബുക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അക്കൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ ഗൊണ്ടോള കേബിൾ കാർ. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. മുകളിലോട്ട് പോകുന്നത് കണ്ടില്ലേ? അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറേ നാൾ മുമ്പ് നോക്കിയതാണ്. പക്ഷേ ഉള്ള ഇതെല്ലാം ടിക്കറ്റ് എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അപ്പം എന്തോ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി വേറെ ഒരു സീസണിൽ നമ്മൾ കാശ്മീർ വരും. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേബിൾ കാറിൽ കയറിയിട്ട് അങ്ങ് അവിടെ ഒരു മഞ്ഞുമല കാണുന്നില്ലേ? അവിടെയാണ് ഈ കേബിൾ കാർ കൊണ്ട് ഇറങ്ങുന്നത്. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. സ്കീയിങ്, സ്കേറ്റിങ്, പിന്നെ സ്നോ സ്കൂട്ടേഴ്സ്, അതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കാണും. പിന്നെ ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് വിഷമമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇനി ലഡാക്കിലേക്കാണ് പോകുന്നത്. അവിടെ ഇതിനേക്കാൾ കൂടുതൽ മഞ്ഞ് കാണും. മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ വണ്ടിയൊക്കെ പോകുന്നത്. പിന്നെ അവിടെ ഇതുപോലെ സ്നോ സ്കൂട്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയും ട്രൈ ചെയ്യാമല്ലോ. കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെ ജഡായി പാറ പോയപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഇരിക്കുന്ന കേബിൾ കാറാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല.